അപ്പോൾ എല്ലാ വ്യൂസും സ്കൂട്ടർ വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2024 മോഡൽ ഹോണ്ട ഡിയോ 110cc മോഡൽസിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻ്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിയോ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുമ്പോൾ ബേസ് മോഡൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ടൊരു എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഫുൾ ഓപ്ഷൻ മോഡലൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡും എച്ച് സ്മാർട്ടും നമ്മൾ ഏകദേശം ഒരു 10,000 രൂപ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ മോഡലിലും ആ മോഡലിലും നമുക്ക് ലഭിക്കുന്നുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മളിന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണെന്ന് എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഞാൻ ഡെയിലി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. മെയിനായിട്ട് 2 വീലേഴ്സിൻ്റെയും സ്കൂട്ടേഴ്സിനെയും സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. 110cc സെഗ്മെൻറ്റിൽ ഹോണ്ട ആക്റ്റീവ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സെയിൽ എടുക്കുന്ന വണ്ടിയാണ് ഹോണ്ട ഡിയോ. അപ്പോൾ ഈ 2024 മോഡൽ ഡിയോ സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തത് വരാപ്പുഴ ആര്യഭംഗി ഹോണ്ട ഷോറൂമാണ്. ഇതൊരു 3S ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, അതുകൂടാതെ സ്പെയർ പാർട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ നോർത്ത് പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയിലാണ് ഷോറൂം. വരാപ്പുഴ ടൗണിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഹോണ്ടയുടെ 2 വീലർ, അത് സ്കൂട്ടർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, എന്ത് 2 വീലേഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു സർവീസാണ്. ഏകദേശം 12ഓളം ബാങ്കുകളിലെ ഫിനാൻസ് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഏത് വാഹനമായിട്ടും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. അതുകൂടാതെ ഓൾ കേരള ഫിനാൻസ് കൂടെ ലഭ്യമാണ്. അപ്പോൾ കേരളത്തിൽ എവിടെ നിന്നുള്ള ആളുകൾക്ക് വണ്ടി എടുക്കാനുള്ള ഹെൽപ്പ് ഇവർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ മിററിൽ നിന്ന് തുടങ്ങാവുന്നതാണ്. ക്ലാസിക് ആയിട്ടുള്ള സെയിം ടു സെയിം ഓൾഡ് മോഡൽ വരുന്ന മിറർ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നത്. ഞാൻ ആ DRL ഒന്ന് കത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതെ, നല്ല LED DRLs വരുന്നുണ്ട്. അതുപോലെ ഹാലജൻ ലൈറ്റ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഹാൻഡിൽ കവർ വരുന്നത്. ഹാൻഡിൽ കവറിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതാണ് അതിൻ്റെ ലൈറ്റായിട്ട് വരുന്ന LED DRLs. അത് കൂടാതെ കുറച്ച് കൂടി എയറോഡൈനാമിക് ആയിട്ടുണ്ട്. കുറച്ചുകൂടി കട്ടിങ്സ് അധികം കട്ടിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എയർ കട്ട് ചെയ്ത് പോകാനായിട്ട് വാഹനത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു ഫുൾ കട്ടിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. DRLs എല്ലാം LED ടൈപ്പാണ്. അതിൻ്റെ നടുവിലായിട്ട് നല്ലൊരു അടിപൊളി ഹോണ്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ പീസ് വരുന്നതും ഫൈബർ തന്നെയാണ്. അതിൽ നമ്പർ പ്ലേറ്റ് ബാഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതൊരു ക്ലാമ്പ് വരുന്നുണ്ട്. ഈ സൈഡ് മാറ്റ് ബ്ലാക്ക് കളറാണ്. ആ ഒരു പോർഷനിൽ തന്നെയാണ് നമുക്ക് ഹാലജൻ ലൈറ്റ്സ് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ വലിപ്പമുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഈ മോഡൽ, അതായത് സ്റ്റാൻഡേർഡ് മോഡൽ, നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് ലഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് ഫുൾ ക്രോമിൻ്റെ ഓർണമെൻറ്റ്സിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. 4 ചുറ്റും ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് ഹെഡ്ലൈറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രോപ്പർ 2024 മോഡൽ മാനുഫാക്ചർ തന്നെയാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ്, ഒരു സ്റ്റിക്കർ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 16/2/2024 ഫെബ്രുവരി 16 പ്രൊഡ്യൂസ് ചെയ്ത മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ലോങ് ആണ്. സാധാരണ സെഗ്മെൻറ്റിൽ സ്കൂട്ടറിൽ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ട്രാവൽ ഡിസ്റ്റൻസ് നമുക്ക് ഇതിൽ കിട്ടും. അതുകൊണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്താൽ പോലും കുഴി ചാടുമ്പോഴാണ് സസ്പെൻഷൻ വർക്ക് ചെയ്യുക. നല്ലപോലെ വർക്ക് ചെയ്ത് നമ്മളത് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഫ്രണ്ട് ടയർ വരുന്നത് 90/12 12 ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. സാധാരണ MRF അല്ലെങ്കിൽ C8 എല്ലാം ടയേഴ്സാണ് ലഭിക്കുന്നത്. സ്റ്റാൻഡേർഡ് മോഡലിൽ നമുക്ക് ഡ്രം വീലാണ് ലഭിക്കുന്നത്. അലോയ് വീല് സ്റ്റാൻഡേർഡ് മോഡൽ വരുന്നില്ല. ഫ്രണ്ട് മാറ്റ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ മാറ്റ് ഗ്രേ എന്നൊക്കെ പറയാം, ഒരു ഷെയ്ഡിൽ വരുന്ന ഫൈബറിൻ്റെ ഫുള്ള് മഡ് ഗാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 130 mm ഡ്രം ബ്രേക്ക് ഓൾറെഡി കമ്പനി തരുന്നുണ്ട്. അതുകൂടാതെ കോമ്പി ബ്രേക്ക് സപ്പോർട്ട് കൂടെ ഈ വാഹനത്തിന് ലഭ്യമാണ്. കോമ്പി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് സൈഡിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് ഒരുപോലെ നല്ല സേഫായിട്ട് വണ്ടി പിടിച്ച് നിർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു 110cc സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ഡയമണ്ട്സ് എന്ന് പറയുന്നൊരു സ്കൂട്ടറാണ് ഈ ഹോണ്ടയുടെ ഡിയോ എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 171 mm ആണ്. ടോട്ടൽ ഹൈറ്റ് വരുന്നത് 1172 ആണ്. വെയിറ്റ് 104 കിലോയെ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. സീറ്റിൻ്റെ ഹൈറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 765 765 mm സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 4-8 തൊട്ട് പൊക്കമുള്ള ചേച്ചിമാർക്ക് പെൺകുട്ടികൾക്കെല്ലാം തന്നെ സുഖമായിട്ട് വണ്ടിയിൽ ഇരുന്നാൽ തന്നെ നമുക്ക് കാല് താഴെ എത്തും. അപ്പോൾ അവർക്കും സുഖമായിട്ട് ഓടിച്ചു നടക്കാനും ഹാൻഡിൽ ചെയ്യാനും കോർണറിങ് ചെയ്യാനും വളരെ എളുപ്പമുള്ളൊരു വണ്ടിയാണ് ഹോണ്ട ഡിയോ 110cc. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ പുതിയൊരു ബോഡി ഗ്രാഫിക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും തന്നെ കമൻറ്റ് ചെയ്ത് അറിയണം. ഒരു 1/2 ലിറ്റർ സ്റ്റോറേജ് താങ്ങുന്നൊരു ഫ്ലോ ബോക്സ് ഈ മോഡൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ 3 കിലോ വെയിറ്റ് താങ്ങുന്നൊരു ഹുക്ക് കൂടെ വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ കീ സ്വിച്ച് എന്ന് പറയുന്നത് മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ചാണ് വരുന്നത്. ഓൺ ഓഫ് കൂടാതെ സീറ്റും ഫ്യൂൽ ടാങ്ക് കൂടി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ സീറ്റിൽ. ഹോണ്ട ഡിയോൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫുഡ് സ്പേസ് വരുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ഒരാളാണെങ്കിൽ, ഒരു 6'2", 6'4" പൊക്കമുള്ള ആളായി നമുക്ക് കയറി ഇരുന്നാൽ പോലും അയാളുടെ മുട്ടുകാല് ഫ്രണ്ടിൽ തട്ടിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് വരുന്നുണ്ട്. ഓൾറെഡി റബ്ബറിൻ്റെ ഗ്രിപ്പ് വരും. ബാറിൻ്റും വരുന്നുണ്ട്.
ഇടത്തെ സൈഡിൽ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് എല്ലാ മോഡലും കിട്ടുന്ന സെയിം ടൈം സ്വിച്ചസ് ആണ്. ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഓൺ വരും. വലത്തെ സൈഡിൽ സിംഗിൾ സ്വിച്ചാണ്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും സെൽഫും കൂടി ഒറ്റ സ്വിച്ചിലാണ് വരുന്നത്. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് മോഡലിൽ അനലോഗ് മീറ്ററാണ് വരിക. ഈ മീറ്ററിൽ നമുക്ക് മെയിനായിട്ട് കിലോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ് ഇത്ര സാധനങ്ങൾ കാണിക്കും. പിന്നെ കൂടാതെ ന്യൂട്രൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ബാക്കി ലൈറ്റായിട്ട് ഇതിൽ കാണിച്ചു വരുന്നത്. ഡിയോൻ്റെ സീറ്റിൻ്റെ കുഷനിങ്ങും പാഡിങ്ങും എല്ലാം മാറിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു കുഷനിങ്ങാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് കേട്ടോ. അത് റൈഡറിനും പിലിയനും ഒരേപോലെ കിട്ടുന്നുണ്ട്. ടോട്ടൽ അണ്ടർ സീറ്റ് കപ്പാസിറ്റി 18 ലിറ്ററാണ് എഴുത്തിൽ വരുന്നത്. പക്ഷേ 18 അതിൽ കൂടുതൽ നമുക്ക് സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു സ്പോർട്സ് ടൈപ്പ് ഹെൽമെറ്റ് വെച്ചാൽ പോലും സൈഡിൽ നമുക്കൊരു ലേഡീസിൻ്റെ ബാഗോ ഒരു ബാക്ക് പാക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു സ്പേസ് നമ്മുടെ ഹോണ്ട ഡിയോന് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ OBD2 സെൻസർ കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇതാണ് സീറ്റിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഈ ഒരു പോർഷനിലും കാർബൺ ഫൈബറിൻ്റെ ഫിനിഷിങ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നാണ്. ആ ഒരു പോർഷനിലും ഫ്യൂൽ ലിഡിലും ആ ഓപ്പണറിലും കാർബൺ ഫൈബറിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ലിഡ് വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി, ടാങ്കിൻ്റെ കപ്പാസിറ്റി 5.3 ലിറ്ററാണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. എക്സ്റ്റേണലായിട്ട് നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലെ ഗ്രാഫിക്സ് ആണ്. നല്ല വലിപ്പത്തിൽ ഡിയോ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ നല്ല സ്പോർട്ടിയാണ്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണുന്നത് നല്ല അടിപൊളി ബോഡി ഗ്രാഫിക്സ് നമുക്ക് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റെഡ് കളർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തത്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി സെയിം ടു സെയിം പഴയ തന്നെയാണ്. 125 cc ആണ് കപ്പാസിറ്റി. പവർ 9.2 bhp വരും. ടോർക്ക് 10.4 Nm വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്പീഡ് വരുന്നത് 83 km ആണ്. നമുക്ക് 0 നിന്ന് 100 എത്താനായിട്ട് 9 സെക്കൻഡ് മാത്രം മതി. മൈലേജ് കൂടിയിട്ടുണ്ട്. നമുക്കൊരു 50-55 റേഞ്ച് മൈലേജ് ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഈ എഞ്ചിനിൽ നമുക്ക് ലഭ്യമാണ്. പ്രോഗ്രാമഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ ഈ വാഹനത്തിന് അതായത് കിക്കറും നമുക്ക് ഓൾറെഡി ലഭിക്കുന്നുണ്ട്. സൈഡ് ഫുട് റെസ്റ്റിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. റബ്ബറിൻ്റെ മൗണ്ടിങ്ങും ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു പുതിയ ഡിസൈനാണ് ലഭിക്കുന്നത്. കിക്കർ ഞാൻ ഓൾറെഡി പറഞ്ഞു, കിക്കർ കൂടി ഈ മോഡലിൽ ലഭിക്കുന്നുണ്ട്. കാരണം പുതിയതായിട്ട് വരുന്ന കുറച്ച് വണ്ടികളൊന്നും കിക്കർ ലഭിക്കുന്നില്ല. 123 cc എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വാഹനത്തിൻ്റെ റിയർ സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ്. നമുക്കതൊരു 3 പോയിൻറ്റ് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് സ്പ്രിങ്ങിൻ്റെ ആ ഒരു ടെൻഷൻ നമുക്ക് നമ്മൾ പോകുന്ന റോഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്ക് സൈഡും ഡ്രം ബ്രേക്ക് തന്നെയാണ്. 130 mm ആണ് ബാക്ക് സൈഡ് ഡ്രം ബ്രേക്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഗിയർ ഓയിൽ ഫില്ല് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ സ്പീഡോമീറ്റർ കേബിളിൻ്റെ ഗേജ് എല്ലാം ബാക്ക് സൈഡിലാണ് ഇപ്പോൾ പുതിയ മോഡലിൽ വരുന്നത്. പിന്നെ ടെയിൽ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ് നമ്മുടെ ഡിയോന് വരുന്നത്. ഈ സ്കൂട്ടർ ഏത് ദൂരെ നോക്കിയാലും പെട്ടെന്ന് സ്പോട്ട് ചെയ്യുന്നത്, ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ ടെയിൽ ലൈറ്റാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും റിയർ ടെയിൽ ലൈറ്റ് ഇപ്പോൾ LED ടൈപ്പാണ് ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ് വരുന്നത്. കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജൻ ബൾബാണ്. നല്ല അടിപൊളി സ്പോർട്ടി ആയിട്ടുള്ളൊരു സൂപ്പർ റിയർ സൈഡ് ബോഡി കളേർഡ് ഗ്രാബ് റെയിലും ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് നമ്പർ പ്ലേറ്റ് ഹാങ് ചെയ്യാനുള്ള ക്ലാമ്പിങ് എല്ലാം ഈ റിയർ മഡ് ഗാഡി തന്നെ നമുക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറിൻ്റെ കപ്പാസിറ്റി 90-110 ആണ്. അതെ, 10 ഇഞ്ച് ടയറാണ്. ഫ്രണ്ട് 12 ബാക്ക് 10 ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഡ്രം ബ്രേക്സ് തന്നെയാണ് ലഭിക്കുന്നത്. അലോയ് വീൽസ് സ്റ്റാൻഡേർഡ് മോഡൽ നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ സൈലൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ടിപ്പ് മഫ്ലറാണ് വരുന്നത്. അതായത് മഫ്ലറിൻ്റെ എൻഡിൽ എന്താ പറയുക, ഗ്യാസ് എമിറ്റ് ചെയ്യാനായിട്ട് സിംഗിൾ ടിപ്പ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഹൈ എൻഡ് മോഡൽ സ്മാർട്ടിലൊക്കെ ഡ്യുവൽ ടിപ്പ് വരുന്ന മഫ്ലറാണ്. ഒരു അടിപൊളി ഫൈബറിൻ്റെ ഒരു ഗാർഡും മഫ്ലറിൻ്റെ ടിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഡിയോ എന്നുള്ള അടിപൊളി റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ഒരു സൂപ്പർ ഗ്രാഫിക്സ് നമ്മുടെ സ്കൂട്ടറിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ നോയ്സ് കൂടി ഒന്ന്, എഞ്ചിൻ നോയ്സും എക്സോസ്റ്റ് നോയ്സും കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. (2024) മോഡൽ ഹോണ്ട ഡിയോ ഈ സ്റ്റാൻഡേർഡ് മോഡൽ നമുക്ക് ഏകദേശം ഒരു 93 രൂപ ഒരു റേഞ്ചാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ആക്സസറീസിൻ്റെ ക്യാഷ് കാര്യങ്ങളെല്ലാം എക്സ്റ്റേണൽ വരുന്നത്. നമുക്കൊരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഫിനാൻസിട്ട് ഇറക്കാവുന്നതാണ്. ഒരു 5,000 രൂപ താഴെ, ഒരു 4,000-5,000 റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് EMI കാര്യങ്ങളെല്ലാം വരിക.
പിന്നെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് ഹോണ്ട ഡിയോ സ്റ്റാൻഡേർഡ് മോഡലിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഡെയിലി നമുക്ക് ദൈനംദിന ഉപയോഗത്തിന് കൊള്ളുന്ന ഫീച്ചേഴ്സ് മാത്രമേ വണ്ടിയിൽ വരുന്നു. ഫാൻസി ആയിട്ടുള്ള കുറേ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ USB ചാർജിങ് പോർട്ട്, ഫുൾ ഡിജിറ്റൽ മീറ്റർ, അലോയ് വീൽസ്, അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് ഒന്നും ഈ മോഡൽ വരുന്നില്ല. പക്ഷെ അതിനുള്ള കാശേ കമ്പനി മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 110cc സെഗ്മെൻറ്റ് 1,00,000 രൂപക്ക് താഴെ ഉള്ള സ്കൂട്ടറുകൾ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഹോണ്ട ഡിയോയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 50-55 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. എല്ലാ സ്പെയർ പാർട്സും ഇടയിലും എന്ത് കംപ്ലയിൻ്റ് ആയാലും നിങ്ങൾക്ക് ഇതിനുള്ള സ്പെയർ പാർട്സ് കിട്ടുന്നുണ്ട്. വളരെ സർവീസ് കോസ്റ്റ് കുറവാണ്. ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 7 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഈ വാഹനം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് മേടിച്ച വിലയിൽ നിന്ന് വലിയ നഷ്ടമില്ലാത്ത നല്ലൊരു വില നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഓടിക്കാനും നല്ല കംഫർട്ടാണ്, നടുവേദന കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ബെസ്റ്റ് ചോയ്സ് ഹോണ്ട ഡിയോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓട്ടോമൊബൈലായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.